കേരളത്തിലെ LDFിനൊപ്പം മത്സരിച്ച 8 പാർട്ടികൾ സംപൂജ്യർ. ഇതിൽ കേരള കോൺഗ്രസ് എമ്മിനാണ് ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചത്. 12 സീറ്റുകളിൽ 12 എണ്ണവും പരാജയപ്പെടുകയായിരുന്നു. പാലായിൽ മത്സരിച്ച കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ഉൾപ്പെടെ കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങിയത്. ഇത്തവണ എത്ര തരംഗമുണ്ടായാലും കാഞ്ഞിരപ്പള്ളി വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എങ്കിലും അവസാന നിമിഷം കാഞ്ഞിരപ്പള്ളിയും നഷ്ടമായി. NCP 3 സീറ്റുകളിൽ മത്സരിച്ചുവെങ്കിലും 3ഉം നഷ്ടമാവുകയായിരുന്നു. ഏലത്തൂർ, കുട്ടനാട് എന്നിവ സിറ്റിംഗ് സീറ്റുകൾ ആയിരുന്നുവെങ്കിലും 2 ഇടങ്ങളിലും പരാജയപ്പെടുകയായിരുന്നു. മലപ്പുറമാണ് മത്സരിച്ച മറ്റൊരു സീറ്റ്. അവിടെയും പരാജയപ്പെട്ടു. സോഷ്യലിസ്റ്റ് ജനതാദൾ 4 സീറ്റുകളിൽ മത്സരിച്ചുവെങ്കിലും എല്ലാത്തിലും പരാജയപ്പെട്ടു. പ്രസിഡന്റ് ഉൾപ്പെടെ തിരുവല്ല മണ്ഡലത്തിൽ പരാജയപ്പെടുകയായിരുന്നു. കേരള കോൺഗ്രസ് ബി, INL, നാഷണൽ സെക്യുലർ കോൺഫറൻസ്, കേരള കോൺഗ്രസ് S, RSP എന്നിവർ ഓരോ സീറ്റുകളിൽ മത്സരിച്ചുവെങ്കിലും വൻ പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു. ഇതോടെ MLA മാർ ഉണ്ടായിരുന്ന ഘടകകക്ഷികളിൽ എല്ലാവരും തന്നെ സംപൂജ്യരാവുകയായിരുന്നു. ഈരാറ്റുപേട്ടക്കാർക്കൊരു സന്തോഷ വാർത്ത. കൂടുതൽ സൗകര്യങ്ങളോടെ അത്യാധുനിക സംവിധാനങ്ങളുമായി ഈരാറ്റുപേട്ടയിൽ എമർജ് ഹോസ്പിറ്റൽ. ജർമ്മൻ സാങ്കേതിക വിദ്യയിലുള്ള തിമിര ശസ്ത്രക്രിയയ്ക്ക് ഡോക്ടർ മാനുവൽ ജോണിന്റെ സേവനവും ഇവിടെ ലഭ്യം. ഒപ്പം ENT വിഭാഗത്തിൽ ഡോക്ടർ മരിയ ജോസ്, ഓർത്തോപീഡിക്സിൽ ഡോക്ടർ സ്റ്റാനി മാത്യു, കുട്ടികളുടെ വിഭാഗത്തിൽ ഡോക്ടർ ഫജിത് സൈനുദ്ദീൻ എന്നിവരുടെ വിദഗ്ധ ചികിത്സയും ഉറപ്പാക്കാം. ആരോഗ്യമാണ് സമ്പത്ത്. അത് കാത്തു സൂക്ഷിക്കാൻ ഇനി എമർജ് കൂടെയുണ്ട്.